നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട്. ഇപ്പോ PSC ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? കോഴിക്കോട്. സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ആദിത്യ L1. സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ആദിത്യ L1. അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. ഇരുമ്പിന്റെ അയിര് ഹെമറ്റൈറ്റ്. കോപ്പറിന്റെ അയിര് കുപ്രൈറ്റ്. സിങ്കിന്റെ അയിര് കലാമിനാണ്. ഇത്രയും അയിരുകളെങ്കിലും പഠിച്ചു വെച്ചോളണേ. ഇരുമ്പിന്റെ അയിര് ഹെമറ്റൈറ്റ്, കോപ്പറിന്റെ അയിര് കുപ്രൈറ്റ്, സിങ്കിന്റെ അയിര് കലാമിനാണ്. അലുമിനിയത്തിന്റെ അയിര് ഏതാ? ബോക്സൈറ്റ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? മലനാടാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ആദിത്യ L1. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. ഇരുമ്പിന്റെ അയിര് ഹെമറ്റൈറ്റ് ആണ്. കോപ്പറിന്റെ അയിര് കുപ്രൈറ്റ് ആണ്. സിങ്കിന്റെ അയിര് കലാമിനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂവിഭാഗം എന്നറിയപ്പെടുന്നത് മലനാടാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. പഠിക്കുക. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി എന്നാണ്? 2023 ഓഗസ്റ്റ് 23 വിക്ഷേപിച്ചതെന്ന 2023 ജൂലൈ 14 കേട്ടോ. ഈ രണ്ട് ഡേറ്റും പഠിക്കാതെ പോവല്ലേ. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി എന്നാണ്? 2023 ഓഗസ്റ്റ് 23 ആ ഓഗസ്റ്റ് 23 നമ്മളിപ്പോൾ എന്തെന്ന് വിളിക്കുന്നുണ്ട്? ദേശീയ ബഹിരാകാശ ദിനം എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൂടെ ഓർത്തു വെച്ചോളണേ. അപ്പോ നമ്മളിപ്പോ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ്? ഓഗസ്റ്റ് 23 അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എത്രയാണ്? 2023 ജൂലൈ മാസം 14 നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളി VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളി ആരാണ്? VP മേനോനാണ്. ഭിലായ് ഇരുമ്പുരുക്കുശാല നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ ആണ്. ഭിലായ് ഇരുമ്പുരുക്കുശാല നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ഏതാണ്? അത് സോവിയറ്റ് യൂണിയൻ ആണ്. ഭിലായ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ, റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ, ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ, ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെ. ഭിലായി സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ, റൂക്കേല ജർമ്മനിയുടെ സഹായത്തോടെ, ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ, ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെ. ഇത് പഠിക്കേണ്ട കോഡ് എന്താണ് സുഹൃത്തുക്കളെ? DBRG എന്നങ്ങ് പഠിച്ചു വെക്കുക. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാപൂരിന്റെ തൊട്ടടുത്ത് B ഏതാണ്? ബ്രിട്ടൻ ആണ്. അതുപോലെ ബൊക്കാറോയും ഭിലായിയും സഹായിച്ച രാജ്യം ഏതാണ്? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയാണ്. ഇനി റൂക്കേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. അപ്പോൾ ഈ DBRG എന്ന ഒറ്റ കോഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് നേടാം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചന്ദ്രയാൻ 3ന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ചോദിച്ചു കഴിഞ്ഞാൽ അത് 2023 ഓഗസ്റ്റ് മാസം 23 അതുകൊണ്ട് തന്നെ ദേശീയ ബഹിരാകാശ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഓഗസ്റ്റ് 23 ഇനി നമ്മുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി ചോദിക്കുകയാണെങ്കിൽ അത് 2023 ജൂലൈ മാസം 14 നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളി ആരാണ്? VP മേനോനാണ്. ഭിലായ് ഇരുമ്പുരുക്കുശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ ആണ്. ഭിലായ് ഇരുമ്പുരുക്കുശാല സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ സഹായിച്ചു, ബൊക്കാറോ റഷ്യ സഹായിച്ചു. കോഡ് എന്തായിരുന്നു? DBRG എന്നാണ്. പഠിച്ചു വെക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട മേഖലയാണ് കാർഷിക മേഖല. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട മേഖല ഏതായിരുന്നു? കാർഷിക മേഖലയായിരുന്നു. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാ? സുമൻ ബെറിയാണ്. ഇനി CEO ആണെന്ന് ചോദിക്കുന്നെങ്കിൽ അത് BRV സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആരാ? BRV സുബ്രഹ്മണ്യമാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാ സുഹൃത്തുക്കളെ? സൈലന്റ് വാലിയാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അവകാശം പാർലമെന്റിന് മാത്രം. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അവകാശമാർക്കാ? പാർലമെന്റിന് മാത്രം. ലണ്ടൻ മിഷൻ സൊസൈറ്റി കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? തിരുവിതാംകൂറിൽ. മറക്കല്ലേ, ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS എവിടെയാണ് പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂറിലായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? അത് മന്നത്ത് പത്മനാഭനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക.
ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട മേഖല ഏതായിരുന്നു? കാർഷിക മേഖലയായിരുന്നു. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. സിഇഒ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BRV സുബ്രഹ്മണ്യമാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയ ഉദ്യാനം സൈലന്റ് വാലി. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശം ആരിലാണ്? പാർലമെന്റിന് മാത്രമാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS കേരളത്തിൽ എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂറിലാണ്. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭനാണ്. പഠിക്കുക. 2024 നിലവിൽ വന്ന എത്രാം ലോകസഭയാണെന്ന് ചോദിച്ചാൽ അത് 18ാം ലോകസഭയാണ്. പഠിച്ചോളനെ. 2024 നിലവിൽ വന്നത് എത്രാമത്തെ ലോകസഭയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 18ാം ലോകസഭയാണ്. മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം ഇരുമ്പാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഇരുമ്പാണ്. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കുന്ന അവയവം കരളാണ്. നമ്മുടെ ശരീരത്തില് യൂറിയ നിർമ്മിക്കുന്ന അവയവം ഏതാണ്? അത് കരളാണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത അഥവാ മാലക്കണ്ണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത അഥവാ മാലക്കണ്ണ്, അല്ലെങ്കിൽ പറയുന്നു നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന്. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറിയാണ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവിയാണ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? സ്കർവിയാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം കണയാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? കണയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 2024 നിലവിൽ വന്ന എത്രാമത് ലോകസഭയാണെന്ന് ചോദിച്ചാൽ 18ാമത് ലോകസഭ. മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് അനോഫിലസ് പെൺകൊതുകുകളാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ലോഹം ഇരുമ്പാണ്. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തതയാണ്. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറി. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവിയാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം കണയാണ്. പഠിക്കുക. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏതു വർഷമായാണ് ആചരിച്ചത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ട് ആചരിച്ചത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം, അല്ലെങ്കിൽ മില്ലറ്റ് ഇയർ എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഓർത്തു വെച്ചിരിക്കുക. ഇനി 2024 നമ്മുടെ UN എന്തായിട്ട് ആഘോഷിച്ചത്? അത് അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടായിരുന്നു കേട്ടോ. എന്താണ്? ഒട്ടക വർഷമായിട്ടായിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചോളണേ. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമാണ് ആചരിച്ചത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അഥവാ മില്ലറ്റ് ഇയർ ആയിട്ട്. 2024 എന്തായിട്ട് ആഘോഷിക്കുന്നത്? നമ്മുടെ ഒട്ടക വർഷമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന മലനിരകൾ കാരക്കോറം മലനിരകൾ. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ചോദിച്ചാൽ ഏതാ? കാരക്കോറം മലനിരകളാണ്. കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കാവേരി നദിയുടെ. കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗുജറാത്ത് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിച്ചത്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട്. 2024 ആണെങ്കിലോ അത് അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ട്. ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി രൂപീകരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ഏതാ? കാരക്കോറം മലനിരകളാണ്. കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗുജറാത്ത് ആണ്. പഠിക്കുക. ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം JJ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? JJ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? റുദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ഇത് പഠിക്കാനായിട്ട് ഒരു ഈസി കോഡ് ഉണ്ട്. പെൻ RTC എന്ന് എഴുതുക. പെൻ എന്ന് എഴുതുക. അതിന് തൊട്ട് താഴെ RTC എന്ന് എഴുതുക. അപ്പോൾ പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? JJ തോംസൺ ആണ്. ഇനി ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ ആയേ? ഈ കോഡിലൂടെ നിങ്ങൾക്ക് 1 മാർക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. പഠിക്കുക. 1905 ബംഗാളിലെ രണ്ടായി വിഭജിച്ച വൈസ്രോയി കഴ്സൺ പ്രഭു. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു ആണ്.
INC തീവ്രവാദ ശാഖയുടെ നേതാവ് ആരായിരുന്നു? ബാലഗംഗാധര തിലക്. INCയുടെ തീവ്രവാദ ശാഖയുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ബാലഗംഗാധര തിലകായിരുന്നു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? രാജാ റാം മോഹൻ റോയ് ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്നത് പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്നത് പാമ്പാടും ചോല. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം എന്നറിയപ്പെടുന്നത് ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാ? ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ചോദിച്ചാൽ അത് പാമ്പാടും ചോലയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരെന്ന് ചോദിച്ചാൽ അത് ജെ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. കോഡ് എന്തായിരുന്നു? പെൻ RTC എന്നങ്ങ് പഠിച്ചു വെക്കുക. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു ആണ്. INC തീവ്രവാദ ശാഖയുടെ നേതാവ് ആരായിരുന്നു? ബാലഗംഗാധര തിലകായിരുന്നു. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയ് ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് പാമ്പാടും ചോലയാണ്. ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഇരവികുളമാണ്. ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26 ഇന്ത്യ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന നവംബർ 26. കേരളത്തിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ഏതാ? ശാസ്താംകോട്ട തടാകമാണ്. തെക്കൻ കേരളത്തിലെ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് വെള്ളായണി തടാകമാണ്. എവിടെയാ? നമ്മുടെ തിരുവനന്തപുരം ജില്ലയില്. തെക്കൻ കേരളത്തിലെ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് വെള്ളായണി തടാകമാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? തിരുവനന്തപുരം ജില്ലയാണ്. എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ബ്രിട്ടനും ഇസ്രയേലും. ഇപ്പൊ ചോദിക്കുന്നുണ്ടേ, എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാലൊന്ന് ബ്രിട്ടനും മറ്റൊന്നേതാണ്? ഇസ്രയേലുമാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്ത അവകാശം എന്ന് ചോദിച്ചാൽ അത് സ്വത്തവകാശമാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്ത അവകാശം എന്ന് ചോദിച്ചാൽ അത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ 300A ആണ്. പഠിച്ചോളനെ, സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ 300A ആയിരുന്നു. പണ്ട് എവിടെയായിരുന്നു ആർട്ടിക്കിൾ 31 ഇപ്പൊ എവിടെയാ കിടക്കുന്നത് സ്വത്തവകാശം? ആർട്ടിക്കിൾ 300A. സ്വത്തവകാശം നിയമപരമായ മാത്രം ഒരു അവകാശമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ നിയമപരമായിട്ടുള്ള ഒരു അവകാശം മാത്രമായി മാറിയിരിക്കുന്നു. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? കേളപ്പനാണ്. അതുകൊണ്ട് തന്നെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ? കേളപ്പനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. എന്നാൽ തെക്കൻ കേരളത്തിലെ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ അത് വെള്ളായണി തടാകമാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? തിരുവനന്തപുരം ജില്ലയാണ്. എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ ബ്രിട്ടനും ഇസ്രയേലുമാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്ത അവകാശം എന്നറിയപ്പെടുന്നത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം ആർട്ടിക്കിൾ ഇപ്പോൾ എത്രയാണ്? 300A ആണ്. പണ്ട് എത്രയായിരുന്നു? ആർട്ടിക്കിൾ 31 സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ ഒരു അവകാശം മാത്രമാണ്. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേളപ്പനാണ്. പഠിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള ജില്ല ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കിക്ക് പുറത്തുള്ള ഏക ദേശീയോദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. ഇടുക്കിക്ക് പുറത്തുള്ള ഏക ദേശീയോദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്ക് എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്ന സുഹൃത്തുക്കളെ? അത് പാലക്കാട് ജില്ലയിലാണ് അല്ലെ? പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടൊന്ന് ഓർത്തു വെച്ചിരിക്കുക. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരാ? ചട്ടമ്പി സ്വാമികളാണ്. ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ എന്നറിയപ്പെടുന്നത് വീരമുത്തുവേലാണ്. ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? വീരമുത്തുവേലാണ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം കരളാണ്. പഠിച്ചോളനെ, മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം എന്ന് ചോദിച്ചാൽ അത് കരളാണ്. മലമ്പനിക്ക് കാരണമാകുന്ന രോഗകാരി പ്ലാസ്മോഡിയമാണ്. മലമ്പനിക്ക് കാരണമാകുന്ന രോഗകാരി ആരാ? പ്ലാസ്മോഡിയമാണ്. ജീവിതശൈലി രോഗങ്ങളാണ് ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം. ഇതിൽ ഏതെങ്കിലും ഒന്ന് PSC ഉറപ്പായിട്ടും ചോദിക്കും. പഠിച്ചു വെച്ചോളനെ. പ്രധാന ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം, അതിനോടൊപ്പം പൊണ്ണത്തടി കൂടി ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അതുകൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ല. ഇടുക്കിക്ക് പുറത്തുള്ള ഏക ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ്. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്
നിർവഹിച്ചതാര ചട്ടമ്പി സ്വാമികളാണ്. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ എന്നറിയപ്പെടുന്നത് വീരമുത്തുവേലാണ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം എന്നറിയപ്പെടുന്നത് കരളാണ്. മലമ്പനിക്ക് കാരണമാകുന്ന രോഗകാരി പ്ലാസ്മോഡിയമാണ്. പ്രധാന ജീവിതശൈലി രോഗങ്ങളാണ് ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം, അതുപോലെ പൊണ്ണത്തടി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. പഠിക്കുക. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുവാൻ കാരണം ചൗരി ചൗര സംഭവം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുവാനുള്ള കാരണം എന്തായിരുന്നു? ചൗരി ചൗര സംഭവമായിരുന്നു. ഇന്ത്യയിലെ വലിയ ആഴക്കടൽ തുറമുഖം എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞമാണ്. എവിടെയാ? നമ്മുടെ കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? വിഴിഞ്ഞമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമാണ് കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം, മലബാർ തീരം. പഠിച്ചു വെച്ചോളേ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമാണ് കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം, മലബാർ തീരം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളാണ് ഒഡീഷയും ആന്ധ്രാപ്രദേശും. ഉറപ്പായിട്ടും ചോദിക്കും. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ അത് ഒഡീഷയും ആന്ധ്രാപ്രദേശുമാണ്. കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കാസർഗോഡ് ജില്ലയും വയനാട് ജില്ലയും. കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയും വയനാട് ജില്ലയും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുവാൻ കാരണം ചൗരി ചൗര സംഭവം. ഇന്ത്യയിലെ വലിയ ആഴക്കടൽ തുറമുഖം എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമാണ് കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം, മലബാർ തീരം എന്നിവ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ ഒഡീഷയും ആന്ധ്രാപ്രദേശും. കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കാസർഗോഡും വയനാടും. പഠിക്കുക. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ല. കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കോഴിക്കോട് ജില്ലയിലാണ്. കല്ലട ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ല. കല്ലട ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് എക്സ്ട്രാ പഠിച്ചു വെച്ചോളേ. ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിര സാന്നിധ്യമാണ് ഈ 2 പോയിന്റും. അതുകൊണ്ട് അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. വരയാടുകൾ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. വരയാടുകൾ പ്രധാനമായും കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാ? ഇരവികുളം ദേശീയോദ്യാനം. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? അത് സൈലന്റ് വാലിയാണ്. ഇനി ചാമ്പൽ മലയണ്ണാനെയും അതുപോലെ നക്ഷത്ര ആമകളും കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാ? അത് ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ചാമ്പൽ മലയണ്ണാനെയും നക്ഷത്ര ആമകളും കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. കടുവകളുടെയും ആനകളുടെയും സംരക്ഷണാർത്ഥം ആരംഭിച്ചിരിക്കുന്നതാണ് പെരിയാർ വന്യജീവി സങ്കേതം. കടുവകളുടെയും ആനകളുടെയും സംരക്ഷണാർത്ഥം നിർമ്മിച്ചിരിക്കുന്നതാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഇനി ആനകൾക്ക് മാത്രമായിട്ടാണെങ്കിൽ അത് മുത്തങ്ങ വന്യജീവി സങ്കേതം. കൂടുന്ന് ഓർത്തുവെക്കുക. ക്രയോജനിക് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പലന്റ് ഏതാണ്? ദ്രവ ഹൈഡ്രജനും ദ്രവ ഓക്സിജനുമാണ് കേട്ടോ. ക്രയോജനിക് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പലന്റ് എന്ന് ചോദിച്ചാൽ ദ്രവ ഹൈഡ്രജനും ദ്രവ ഓക്സിജനുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കുറ്റിയാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ല. കല്ലട ജലസേന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. വരയാടുകൾ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായി കാണുന്നത് സൈലന്റ് വാലി. ചാമ്പൽ മലയണ്ണാനും നക്ഷത്രാമകളും കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതം. കടുവകൾക്കും ആനകൾക്കും പ്രശസ്തമായത് പെരിയാർ വന്യജീവി സങ്കേതം. ആനകൾക്കാണെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം. ക്രയോജനിക് എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പലന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ദ്രവ ഹൈഡ്രജനും ദ്രവ ഓക്സിജനുമാണ്. പഠിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരൊറ്റ തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ കേട്ടോ. പഠിച്ചോളേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ തവണ മാത്രമേ നമ്മൾ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം റഷ്യയാണ്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം റഷ്യയാണ്. മൗലിക അവകാശമാണെങ്കിൽ അത് അമേരിക്കയിൽ നിന്നും. തെറ്റിപ്പോവില്ലേ. മൗലിക അവകാശം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും. മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നുമാണ്. തുലാമ്പത്ത് സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. തുലാമ്പത്ത് സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. ചീമേനി എസ്റ്റേറ്റ് സമരം എന്നറിയപ്പെടുന്നത് തോൽവിറക് സമരം. ചീമേനി എസ്റ്റേറ്റ് സമരം എന്നറിയപ്പെടുന്നത് തോൽവിറക് സമരം. 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത് കല്ലുമാല സമരം. 90-ാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത് കല്ലുമാല സമരം. മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹള. മാറുമറയ്ക്കൽ സമരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചാന്നാർ ലഹളയാണ്. വിവേകോദയത്തിന്റെ സ്ഥാപകനാണ് കുമാരനാശാൻ. വിവേകോദയത്തിന്റെ സ്ഥാപകനാരാണ്?
കുമാരനാശാനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമെന്ന് വിശേഷിപ്പിച്ചത് ആരാ? KM മുൻഷിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരൊറ്റ തവണയെ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം റഷ്യയാണ്. മൗലിക അവകാശമാണെങ്കിൽ അമേരിക്കയിൽ നിന്നും. തുലാമ്പത്ത് സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം പുന്നപ്ര വയലാർ സമരം. ചീമേനി എസ്റ്റേറ്റ് സമരം എന്നറിയപ്പെടുന്നത് തോൽവിറക് സമരം. 90-ാം ആണ്ട് സമരം അല്ലെങ്കിൽ ലഹള എന്നറിയപ്പെടുന്നത് കല്ലുമാല സമരം. മാറുമറക്കൽ സമരം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹള. വിവേകോദയത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. പഠിക്കുക. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം എന്ന് ചോദിച്ചാൽ അനുച്ഛേദം 21A ആണ്. പഠിച്ചോളനെ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ചോദിച്ചാൽ അത് അനുച്ഛേദം 21A ആണ്. ഗാർഗിൽ മോഡൽ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 4-ാം പഞ്ചവത്സര പദ്ധതി. ഗാർഗിൽ മോഡൽ എന്ന പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് 4-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. പഠിച്ചോളനെ ചോദിക്കും. ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ അല്ലെങ്കിൽ അവതരിപ്പിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. അഴീക്കൽ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. അഴീക്കല് മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. നീണ്ടകര മത്സ്യബന്ധന തുറമുഖം കൊല്ലം ജില്ല. ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖം കോഴിക്കോട്. മുനമ്പം മത്സ്യബന്ധന കേന്ദ്രം എറണാകുളം. ഇത്രയും പഠിച്ചു വെച്ചോളെ. ഇപ്പൊ PSCയുടെ സ്ഥിരം ചോദ്യ സാന്നിധ്യമാണ് ഇവയെല്ലാം. അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? അത് വൈകുണ്ഠ സ്വാമികളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 21A ആണ്. ഗാർഗിൽ മോഡൽ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 4-ാം പഞ്ചവത്സര പദ്ധതി. ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. അഴീക്കൽ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. നീണ്ടകരയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ തന്നെയാണ്. ബേപ്പൂർ കോഴിക്കോട് ജില്ല. മുനമ്പം എറണാകുളം ജില്ല. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പയർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇത് മൂന്നും PSC പ്രീവിയസ് ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പയർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും ഇന്ത്യയാണ്. 2024 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി പാരീസ്. 2024 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി ഏതായിരുന്നു? പാരീസ് ആയിരുന്നു. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാ? 6 ആണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല കോഴിക്കോട് ജില്ല. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി അറിയപ്പെടുന്ന പേരാണ് മെഡിസെപ്പ്. കേരള സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതി അറിയപ്പെടുന്ന പേരെന്താ? മെഡിസെപ്പ് എന്നാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാ? റൗലറ്റ് ആക്ട് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പയർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2024 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 6 ആണ്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല കോഴിക്കോട് ജില്ല. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. പഠിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അത്യന്താധിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട INC സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. പഠിച്ചോളെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അത്യന്താധിക ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട INC സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യൻ പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത്
ആറ്റിങ്ങൽ കലാപമാണ്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാ? EMS നമ്പൂതിരിപ്പാടാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാ? കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ല. ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് കൊല്ലം ജില്ലയാണ്. ഇനി കടൽ തീരമില്ലാത്ത ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കോട്ടയം. കടൽ തീരമില്ലാത്ത ജില്ലകള് ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കോട്ടയം. പഠിക്കാനുള്ള കോഡ് എന്തായിരുന്നു? E10 പാവക്കോട്ട എന്നങ്ങ് പഠിച്ചു വെക്കുക. E10 പാവക്കോട്ട എന്നങ്ങ് പഠിച്ചു വെക്കുക. അവിടെ കിട്ടും നമുക്ക്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട, പാവേല പ എന്ന് പറഞ്ഞാൽ പാലക്കാട്, വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്, കോട്ട എന്ന് പറഞ്ഞാൽ കോട്ടയം. അപ്പോ E10 പാവക്കോട്ട എന്ന് പറയുന്ന കോഡങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ മൊത്തം നമ്മുടെ കയ്യിലെത്തും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് ലാഹോർ സമ്മേളനം. ഇന്ത്യൻ പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് EMS നമ്പൂതിരിപ്പാടാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല. ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ല. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ജില്ലകൾ എത്ര എണ്ണമാണ്? 5 എണ്ണമാണ്. ഏതൊക്കെയാണവ? ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കോട്ടയമാണ്. ഇത് പഠിക്കാനുള്ള കോഡ് എന്താണ്? E10 പാവക്കോട്ട എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളാണ് ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. ഇത് മൂന്നും പഠിച്ചു വെച്ചോളേ. ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളാണ് ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിത്വം ഡോക്ടർ APJ അബ്ദുൽ കലാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. കർണാടകയും തമിഴ്നാടും ചേർന്ന് വരുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. കർണാടകയും തമിഴ്നാടും ചേർന്ന് വരുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന് മറ്റൊരു പേരുണ്ട്. അറിയാവുന്ന സുഹൃത്തുക്കളൊന്ന് കമന്റ് ചെയ്യുക. ഇന്ത്യയുടെ ധാന്യപുര എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപുര എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ്. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പ നദിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളാണ് ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിത്വം ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. കർണാടകയും തമിഴ്നാടും ചേർന്ന് വരുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇന്ത്യയുടെ ധാന്യപുര എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പമ്പ നദിയിലാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. എന്നാൽ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിലാണ്. അത് പഠിച്ചോളണേ. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാണ്? അമൃത ഷെർഗിലും. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസുമാണ്. ചരക്ക് സേവന നികുതി എന്നറിയപ്പെടുന്ന നമ്മുടെ GST നിലവിൽ വന്ന തീയതി 2017 ജൂലൈ 1. ചരക്ക് സേവന നികുതിയായിട്ടുള്ള GST നിലവിൽ വന്ന തീയതി 2017 ജൂലൈ 1 ആണ്. സംസ്ഥാന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ആർദ്രം പദ്ധതി. പഠിച്ചോളണേ. സംസ്ഥാന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതിയാണ് ആർദ്രം പദ്ധതി. 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹലാണ്. 1857 വിപ്ലവത്തിലെ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത് മഹലാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണം പ്ലേഗ് ബോണസ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണം പ്ലേഗ് ബോണസ്. കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140 ആണ്. പഠിച്ചോളണേ. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് ആരാണ്? അമൃത ഷെർഗിലാണ്. ചരക്ക് സേവന നികുതി നിലവിൽ വന്ന തീയതി 2017 ജൂലൈ 1. സംസ്ഥാന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ആർദ്രം പദ്ധതി. 1857 വിപ്ലവത്തിൽ ലക്നൌവിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹലാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണം പ്ലേഗ് ബോണസ്.
കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140 പഠിക്കുക. സൈമൺ കമ്മീഷനെതിരായി നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹിയാണ് ലാലാ ലജ്പത് റായ്. സൈമൺ കമ്മീഷനെതിരായി നടന്ന പ്രകടനത്തിലുണ്ടായ ലാത്തി ചാർജില് പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരായിരുന്നു? ലാലാ ലജ്പത് റായ് ആയിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86 ഭരണഘടനാ ഭേദഗതി പഠിച്ചോളനെ. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86 ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ ആണ്. കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം എന്ന് ചോദിച്ചാൽ 10%. കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം എന്ന് ചോദിച്ചാൽ അത് 10%. കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതി എത്ര ശതമാനമാണ് മലനാടെന്ന് ചോദിച്ചാൽ അത് 48%. ഇടനാടാണെങ്കിൽ 42%. മലനാടാണെങ്കിൽ എത്രയാ? 48%. ഇടനാടാണെങ്കിൽ എത്രയാണ്? 42%. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി സ്വരാജ് ട്രോഫി. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫിയാണ് സ്വരാജ് ട്രോഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. സൈമൺ കമ്മീഷനെതിരായി നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ലാലാ ലജ്പത് റായ് ആണ്. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86 ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയുടെ ധാരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം എന്ന് ചോദിച്ചാൽ 10%. മലനാടാണെങ്കിൽ 48%. ഇടനാടാണെങ്കിൽ 42%. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫിയാണ് സ്വരാജ് ട്രോഫി. പഠിക്കുക. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെട്ടിരുന്ന നഗരം മുംബൈ ആണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെട്ടിരുന്ന നഗരം മുംബൈ ആണ്. മലനാടില്ലാത്ത കേരളത്തിലെ ഏക ജില്ല ആലപ്പുഴ ജില്ല. പഠിച്ചോളനെ, ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. മലനാടില്ലാത്ത കേരളത്തിലെ ഏക ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയാണ്. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ചൈനയല്ലേ? തെറ്റിപ്പോവല്ലേ. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ മഴ കാൽ ബൈശാഖി. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ മഴ അറിയപ്പെടുന്ന പേരാണ് കാൽ ബൈശാഖി. ഉത്തരേന്ത്യയിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് ലു. ഉത്തരേന്ത്യയിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരെന്താണ്? ലു എന്നാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് ഗോദാവരിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈ ആണ്. മലനാടില്ലാത്ത ജില്ല ആലപ്പുഴ ജില്ല. ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ അത് ബംഗ്ലാദേശ് ആണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ മഴ കാൽ ബൈശാഖി. ഉത്തരേന്ത്യയിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണെങ്കിൽ അത് ലു ആണ്. കേരളത്തിൽ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. പഠിക്കുക. ജിമ്മി ജോർജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോള്. ജിമ്മി ജോർജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോബി അലോഷ്യസ് ഹൈ ജമ്പ്. ബോബി അലോഷ്യസ് എന്താണ്? ഹൈ ജമ്പ് ആണ്. ചിത്ര കെ സോമൻ അത്ലറ്റ് ആണ്. ചിത്ര കെ സോമൻ അത്ലറ്റ് ആണ്. ഈ പേരുകളൂടെ ഒന്ന് പഠിച്ചു വെച്ചോളണേ. അപ്പോൾ ജിമ്മി ജോർജ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോബി അലോഷ്യസ് ഹൈ ജമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. ചിത്ര കെ സോമൻ അത്ലറ്റ് ആണ്. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യൻ ലഭിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യൻ ലഭിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം ഡി ആണ്. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതരം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്തി പെൺകൊതുകുകളാണ് കേട്ടോ. ഡെങ്കിപ്പനി പരത്തുന്ന ഏതരം കൊതുകുകളാ? ഈഡിസ് പെൺകൊതുകുകളാണ്.
കണ്ണിൽ മാറ്റിവെക്കപ്പെടുന്ന അവയവം എന്നറിയപ്പെടുന്നത് കോർണിയയാണ്, അല്ലെങ്കിൽ കണ്ണിലെ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന അവയവം എന്ന് ചോദിച്ചാൽ അത് കോർണിയയാണ്. അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? അർബുദം അഥവാ ക്യാൻസറിന്റെ. അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? അർബുദം അഥവാ ക്യാൻസറിന്റെ ലക്ഷണമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജിമ്മി ജോർജ് ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോള്. ബോബി അലോഷ്യസ് ആണെങ്കിൽ ഹൈ ജമ്പ്. ചിത്ര കെ സോമൻ ആണെങ്കിൽ അത്ലറ്റ് ആണ്. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യൻ ലഭിക്കുന്ന ജീവകം ഡി ആണ്. ഡെങ്കിപ്പനി വരുത്തുന്നത് ഏതുതരം കൊതുകുകളാണെന്ന് ചോദിച്ചാൽ ഈഡിസ് പെൺകൊതുകുകളാണ്. കണ്ണിൽ മാറ്റിവെക്കപ്പെട്ട അവയവം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കണ്ണിന്റെ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന അവയവം എന്നറിയപ്പെടുന്നത് കണ്ണിന്റെ കോർണിയയാണ്. അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? അർബുദത്തിന്റെ ലക്ഷണമാണ്. പഠിക്കുക. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്ന സുഹൃത്തുക്കളെ നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.